സന്തോഷമുണ്ട്. സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാം. നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾക്കെല്ലാം നടക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റ് വന്നതോടുകൂടി ദുരന്തത്തിൽ നിന്നും ഏകദേശം ആത്മസംതൃപ്തി ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിനുണ്ട്. കടൽക്ഷോഭത്തിൽ വീടും താമസസ്ഥലവും നഷ്ടപ്പെട്ട് ഇരുട്ടിലായ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നിപ്പോൾ ആശ്വാസത്തിൻ്റെ നാളുകളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതിയിലൂടെ ലഭിച്ച മുട്ടത്തറയിലെ പ്രത്യാശ ഫ്ലാറ്റ് സമുച്ചയത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ സമാധാനത്തോടെ സ്വന്തം കൂരയ്ക്ക് താഴെ അന്തിയുറങ്ങുകയാണ്. ഇത് പഴയ വീടിനേക്കാളും ഇപ്പോൾ കിട്ടിയതിൽ സന്തോഷമാണ്. പഴയ വീടെന്ന് വെച്ചാൽ നമുക്ക് കടലിൻ്റെ തീരത്തായിരുന്നു വീട് കിട്ടിയത്. ഹാർബർ ഇട്ട് തുടങ്ങിയപ്പോൾ വീടുകൾ മൊത്തം പോയി. പിന്നെ ഞങ്ങൾ 9 വർഷത്തോളം ക്യാമ്പിൽ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വീട്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ പേരിൽ കിട്ടിയ വീടാണ്, എനിക്കില്ല. വീട് നഷ്ടപ്പെട്ട് പിന്നെ ക്യാമ്പിൽ 1 വർഷം പൂരാ കിടന്നു. പിന്നെ അതിനുശേഷം സമരം എല്ലാം ആയതിനു ശേഷം ഞങ്ങൾക്ക് വാടക പൈസ 5500 വാടക തന്നു. പിന്നെ വീട് നല്ലൊരു വീട് തന്നു. വെള്ളം വിട്ടുവിട്ടെങ്കിലും സമയത്തിന് വെള്ളമുണ്ട്, കറണ്ടുണ്ട്. 2009 മുതൽ കടലാക്രമണത്തിൽ കഴിഞ്ഞ മത്സ്യത്തൊഴിലാളി സമൂഹത്തെയാണ് പ്രത്യാശ ഫ്ലാറ്റിലും പ്രതീക്ഷ ഫ്ലാറ്റിലും പുനരധിവാസം സർക്കാർ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പുതിയ വീട് കിട്ടി ഇപ്പം 5 മാസമാവുന്നു. നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമുക്ക് പിന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ സർക്കാർ നമുക്കിപ്പോൾ ഈ സമയത്ത് വച്ചത് നമുക്ക് നല്ലൊരു ഉപകാരമാണ്. നമ്മൾ ആ കടൽ പരിസരത്ത് നിന്ന് മാറ്റി നമ്മളെ ഇങ്ങോട്ടാക്കിയത് കാറ്റും മഴയും കടലിൻ്റെ ക്ഷോഭം അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സർക്കാർ ഉണ്ടാക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ഇന്നുവരേക്കും നമുക്ക് ആർക്കും ഇതുവരെയ്ക്കും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. കടൽക്ഷോഭത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണമെന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു. വീട് നഷ്ടപ്പെട്ട് വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് കിടപ്പാടം പൂർത്തിയാവുന്നതുവരെ പ്രതിമാസം 5500 രൂപ വീതം വീട്ടുവാടകയും നൽകിയിരുന്നു. ഓഗസ്റ്റ് 7-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടലിൻ്റെ മക്കൾക്ക് ഫ്ളാറ്റ് കൈമാറിയത്. മാസങ്ങൾക്കിപ്പുറം കുറച്ച് പരിഭവങ്ങളും ഏറെ സന്തോഷവുമായി ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ഇവർ. ഞാനൊരു കുടുംബമാണ്. എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് എൻ്റെ മോനൊരു കുടുംബമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഞങ്ങളൊരു 3 കുടുംബമാണ് താമസിക്കുന്നത്. പക്ഷേ അമ്മയുടെ പേരിൽ ഒരു വീടേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം. കാരണം വേറെ കിടക്കാൻ ഒരിടമില്ല. വേസ്റ്റ് കളയാൻ വേണ്ടി നമുക്കിവിടെ സൗകര്യം ഇല്ല. നമ്മളിപ്പോൾ പൈസ കൊടുത്താണ് വേസ്റ്റ്, ആൾക്കാർ പൈസ കൊടുത്താണ് ഒന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത്, എടുത്തിട്ട് പോകുന്നത്. കളിസ്ഥലങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ വേണം. അത് അത്യാവശ്യമാണ്. അവിടെ ആളുകൾക്ക് സാധനം വാങ്ങാൻ പോകാൻ പോലും ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ട ഒരു സ്ഥിതി വരുന്നു. ഞങ്ങളുടെ ഈ ഓടലിൻ്റെ സ്മെല്ല് മാത്രം ഞങ്ങൾക്ക് മാറ്റി തരണം, അല്ലാതെ ഒരു കുറവില്ല. എല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾക്കെല്ലാം നടക്കുന്നുണ്ട്. അവർക്കൊരു എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്താൻ വേണ്ടി ചെറിയൊരു കൺവെൻഷൻ സെൻറ്റർ, കുട്ടികൾക്ക് സ്റ്റഡി ക്ലാസ് നടത്താൻ വേണ്ടി ഡോമെട്രി പോലുള്ള ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ക്യാമ്പിലൊക്കെ കിടന്ന് കുറേ കഷ്ടപ്പെട്ട് നമ്മൾ. സന്തോഷമുണ്ട്. സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാം.